ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും രോഗശാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി മക്കൾക്ക് വിഷമങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, സർജറിയുണ്ട്. എല്ലാവരെയും ഭഗവാൻ കാത്തുകൊള്ളണമേ. എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. എല്ലാം അവിടേക്ക് സമർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 62 8ഉം 9ഉം 10ഉം ശ്ലോകങ്ങൾ വായിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇന്ദ്രൻ്റെ അഹങ്കാരം കാരണം മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണെന്ന് കരുതി യാഗം ഇന്ദ്രനാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണൻ അതല്ല, ഗോവർദ്ധന പർവ്വതത്തിലാണ് ഈ പ്രാവശ്യം പൂജിക്കണം. കാരണം അവിടെ നിന്നാണ് നമ്മുടെ പശുക്കളെല്ലാം പുല്ല് തിന്നുകയും അവിടുത്തെ രക്ഷ കൊണ്ടാണ് പശുക്കൾ പശുക്കളുടെ ജീവജാലങ്ങളുടെ പുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഗോവർദ്ധനത്തെ യാഗം ചെയ്തു. ബ്രാഹ്മണരെയും പൂജിച്ചു, ഗോവർദ്ധനത്തെയും പൂജിച്ചു. പർവ്വതദേവൻ പ്രത്യക്ഷപ്പെട്ടു, എല്ലാം സ്വീകരിച്ചു, ഭക്ഷിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇന്ദ്രൻ കോപിച്ചാലും പേടിക്കണ്ട, ബ്രാഹ്മണരും ഗോവർദ്ധന പർവ്വതവും നമ്മളെ രക്ഷിച്ചുകൊള്ളും. അതെല്ലാം അറിഞ്ഞപ്പോൾ ഇന്ദ്രന് കോപം വന്നു. ഇന്ദ്രൻ്റെ ശ്രേയസ്സും മഹിമയെല്ലാം ഭഗവാൻ നാരായണനാണ് കൊടുത്തതെല്ലാം മറന്നിട്ട് ഭഗവാനോട് ഇന്ദ്രൻ ദേഷിച്ച് കോപിക്കുന്നു. നമുക്ക് 8ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 8. മനുഷ്യത്വം യാദോ മധുഭിൽ അഭിദേവേഷ വിനയം വിധത്തെ ചെൽ നഷ്ടസ്ത്രിദശ സദസാ കോപി മഹിമാ തതച്ഛധ്വം ശിഷ്യേ പശുപ ഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകില മഘവാ ദുർമദനിധി. മനുഷ്യത്വം യാദോ മധുഭില്ലഭി ദേവേഷ വിനയം വിധത്തെ ചേൽ നഷ്ടസ്ത്രിദശ സദസാ കോപി മഹിമാ തതച്ഛധ്വം ശിഷ്യേ പശുപ ഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകില മഘവാ ദുർമദനിധി. ദേഷിച്ച് കോപിച്ച ഇന്ദ്രൻ പറയുന്നു, വിഷ്ണുവായാലും മനുഷ്യജന്മം എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ദേവന്മാരോട് ഇപ്രകാരം ധിക്കാരം കാണിക്കുകയാണെങ്കിൽ ദേവന്മാർക്കുള്ള മഹിമ നശിക്കും. ഭഗവാൻ ഇവിടെ ധിക്കാരം കാണിക്കുന്നതാണ് ഇന്ദ്രൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദേവന്മാർക്കുള്ള മഹിമയൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് തെമ്മാടിയായ ഈ ഗോപാലൻ്റെ ഐശ്വര്യമെല്ലാം നശിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ച് ഇന്ദ്രൻ അങ്ങനെ വിചാരിച്ചു. തെമ്മാടിയായ ഗോപാലൻ്റെ അതായത് കൃഷ്ണൻ്റെ ഐശ്വര്യമെല്ലാം നശിപ്പിച്ച് കളയണമെന്ന് വിചാരിച്ച് ആ അഹങ്കാരിയായ ഇന്ദ്രൻ ദുരഭിമാനം മൂത്ത് അങ്ങയെ ഒരു പാഠം പഠിപ്പിക്കാനായി ഒരുമ്പെട്ടു. ഭഗവാൻ കൃഷ്ണനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് തന്നെ ഇന്ദ്രൻ ഒരുമ്പെട്ടു. അപ്പോൾ രജോഗുണം വർദ്ധിച്ച അഹങ്കാരം മൂത്തിരിക്കുവാണ് ഇന്ദ്രന്. ഭഗവാന്റെ തന്നെ വിഷ്ണുമായ, ആ വിഷ്ണുമായയാണ് എല്ലാവരും ഈ അഹങ്കാരം വരുത്തുന്നത്. രജോഗുണം വർദ്ധിക്കുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും. ഇന്ദ്രന് അത്രമാത്രം അഹങ്കാരിയായി. എന്നാൽ ഭഗവാനാണ് ഇന്ദ്രനെ ഈ ശ്രേയസ്സെല്ലാം കൊടുത്ത് ഉന്നത പദവിയെല്ലാം കൊടുത്ത് ഇങ്ങനെ ഇന്ദ്രപദവി ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെയൊക്കെ മറന്നുപോയി. എന്താ കാരണം? മായ മൂടിപ്പോയി. മായ വരുമ്പോൾ എല്ലാവരും നന്മ ചെയ്തതെല്ലാം അങ്ങ് മറക്കും. എന്നിട്ട് അഹങ്കാരം ഉള്ളിൽ പെരുകും. ഇപ്പം ഭഗവാനെ പാഠം പഠിപ്പിക്കാനായിട്ട് ഇന്ദ്രൻ ഒരുങ്ങുന്നു. നമുക്ക് ശ്ലോകം 9 വായിക്കാം. ശ്ലോകം 9. തുദാവാസം ഹന്തു പ്രളയ ജലദാൻ അംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണകുലിശം അയം അഭ്രേഭഗമന പ്രതസ്തേന്യൈർ അന്തർദഹനമരുൾ ആദ്യർ വിഹസിതോ ഭവൻ മായാനൈവ ത്രിഭുവനപദേ മോഹയധികം തുദാവാസം ഹന്തും പ്രളയ ജലദാനംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണകുലിശം അയം അഭ്രേഭഗമന പ്രതസ്തേനൈർ അന്തർദഹന മരുൾ ആദ്യർ വിഹസിതോ ഭവൻ മായാനൈവ ത്രിഭുവനപദേ മോഹയധികം. ഇന്ദ്രൻ അങ്ങനെ ദേഷ്യം മൂത്ത് ഭഗവാന്റെ വാസസ്ഥലത്തെ നശിപ്പിക്കാനായി, കാരണം പശുക്കൾ പുല്ലുമേയുന്നതും എല്ലാം അവിടെ ആണല്ലോ വാസസ്ഥലം. എപ്പോഴും ഭഗവാൻ കുട്ടികളും പശുക്കളുമായിട്ട് നടക്കുന്ന ഭാഗങ്ങൾ, അതാണ് ഭഗവാന്റെ വാസസ്ഥലത്തെ നശിപ്പിക്കാനായി പ്രളയകാലത്തെ പോലെയുള്ള മേഘങ്ങളെ ആകാശത്ത് നിയോഗിച്ച് ആരാ? ഈ ഇന്ദ്രൻ.
പ്രളയകാലത്ത് എപ്പോഴും കാർമേഘം മൂടിക്കെട്ടി കിടക്കും, മഴ ഭയങ്കരമായിട്ട് തുടങ്ങും. അതേ അവസ്ഥ ഇന്ദ്രൻ അവിടെ മേഘങ്ങളെ ആകാശത്ത് നിയോഗിച്ച് വജ്രം എടുത്ത് ഐരാവതത്തിൻ്റെ പുറത്ത് കയറി. വജ്രം ആയുധം എടുത്തിട്ട് ഐരാവതം, ഇന്ദ്രൻ്റെ ആനപ്പുറത്ത് കയറി മറ്റു ദേവന്മാർ ഉള്ളുകൊണ്ട് ചിരിച്ച് കൂടെ പുറപ്പെട്ടു. ഉള്ളുകൊണ്ട് ചിരിച്ചു. അറിയാം ഇന്ദ്രൻ്റെ അഹങ്കാരമാണെന്ന് ദേവന്മാർക്ക് മനസ്സിലായിട്ട്, എങ്കിലും ഇന്ദ്രൻ പോകുമ്പോൾ കൂടെ ദേവന്മാരും പോകണമല്ലോ, അതിൻ്റെ പുറകെയുള്ള ദേവന്മാർ. അങ്ങനെ ഉള്ളുകൊണ്ട് ചിരിച്ചും കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ദേവേന്ദ്രൻ്റെ കൂടെ പുറപ്പെട്ടു. ഹേ ത്രിലോകനാഥ, ആരാ പറയുന്നത്? പട്ടത്തിരിപ്പാട്. ഭഗവാനെ, അങ്ങയുടെ മായ ആരെ തന്നെ വശീകരിക്കുന്നില്ല. ഭഗവാന്റെ വിഷ്ണുമായ എല്ലാവരെയും വശീകരിക്കും. ഇവിടെ ഇന്ദ്രനെ പോലും വീഴ്ത്തുന്നു, അഹങ്കാരം വർദ്ധിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കണം. എപ്പോൾ നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത് ഭഗവാന്റെ മായ നമ്മളെ ചുറ്റിപ്പറ്റുന്നതുകൊണ്ടാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ മോചനം നേടിയെങ്കിലേ ഒരു സാത്വികനാവണം. ഈ പിന്നെ ഇത്രമാത്രം അഹങ്കാരം വർദ്ധിക്കുന്നത് രജോ ഗുണം ഉള്ളതുകൊണ്ടാണ്. രജോ ഗുണം നമ്മൾക്ക് കൂടുതൽ കിടന്നാൽ എന്ത് വരും? അഹങ്കാരം തനിയെ വരും. അതേസമയം നമുക്ക് സാത്വിക ഗുണമാണെങ്കിൽ അങ്ങനെ വരത്തില്ല. നമ്മൾ ചിന്തിക്കും, എന്തോ അപകടത്തിനാണ്, അതിന് അങ്ങോട്ട് പോകണ്ട എന്ന് ചിന്തിച്ച് പുറന്നോട്ട് നമ്മളെ വലിക്കും. ഇന്ദ്രിയങ്ങൾ പുറന്നോട്ട് വലിക്കും. ഇത് അഹങ്കാരം വർദ്ധിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ മുമ്പോട്ട് തള്ളുന്ന, അഹങ്കാരം മുമ്പോട്ട് തള്ളി പോകുന്ന ഇന്ദ്രൻ്റെ. അതുകൊണ്ട് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്, ഭഗവാനെ അങ്ങയുടെ മായ ആരെയാ വശീകരിക്കാത്തത്? ഇന്ദ്രനെ പോലും വശീകരിച്ചുകൊണ്ട് പോകുന്നല്ലോ. അങ്ങയുടെ മായ എല്ലാവരെയും മോഹിപ്പിച്ച് മായാ സമുദ്രത്തിൽ ആഴ്ത്തുന്നു. മായ എന്ന് വെച്ചാൽ അത്രമാത്രം സമുദ്രം പോലെയാണ്. അതിനകത്ത് അവരെ ഇങ്ങനെയുള്ള അഹങ്കാരികളെ വീഴ്ത്തുന്നു ഭഗവാന്റെ മായ. വലിയ പാടാതെന്ന് ഊരിപ്പറഞ്ഞു പോകാൻ. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് വേണം? ഒരു ഭക്തനെ എപ്പോഴും ഭക്തി ഉള്ളതുകൊണ്ട് ഈ മായ പിടിപെടത്തില്ല. അതുകൊണ്ട് ഇന്ദ്രന് അഹങ്കാരം വർദ്ധിച്ച ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ എപ്പോഴാണ് വശീകരിച്ചുകൊണ്ട് പോകുന്നത് അറിയത്തില്ല. നമ്മൾ ഏത് ഇതുള്ള ബദ്ധപ്പാളിൽ ചെന്ന് അകപ്പെട്ടു പോകും. ഒന്നിലെടുത്ത് ചാടാതിരിക്കണമെങ്കിൽ, ആ ഇന്ദ്രിയങ്ങളെ പുറന്നോട്ട് വലിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ഈശ്വരാരാധന നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ട് ഇവിടെ ഇന്ദ്രൻ എന്താ പറ്റിയത്? അഹങ്കാരം. അതുകൊണ്ട് ഭഗവാൻ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ഇയാൾ ഒരുങ്ങുവാണ്. ആകാശത്ത് മേഘങ്ങളെല്ലാം ഒരുക്കി നിർത്തുന്നു, മായാ സമുദ്രത്തിൽ ആഴ്ത്തുന്നു. അതോടെ ഇന്ദ്രനും മായയിൽ മുഴുകി. നമുക്ക് ഇതാണ് പഠിക്കാനുള്ള പാഠം. നമുക്ക് മായ മുഴുകിപ്പോയാൽ വരാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും, ഒന്നും ഓർക്കത്തില്ല, എടുത്ത് ചാടിപ്പോവും ഓരോ ദുഃഖത്തിലേക്കും പ്രയാസങ്ങളിലേക്കും. അപ്പോഴെന്ത് വരും? അതാണ് അതിനെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളെപ്പോഴും ഈശ്വരാരാധനയിൽ മുഴുകിയിരുന്നാൽ ഒരു സാത്വികനായ ഒരു ഭക്തനെ മായ മൂടത്തില്ല. നമ്മൾ ചിന്തിക്കും, ഈശ്വരൻ നമ്മളെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകരുത്, അത് അപകടമാണ്, ഇന്ന നദിയിലിറങ്ങി ചാടരുത്, കുളിക്കരുത്, അവിടെ അപകടമാണ്. റോഡിൽ ചെല്ലുമ്പം നമ്മൾ ചിന്തിക്കും, ഇവിടെ വഴി വളവാണ്, ഇവിടെ പല ദുഃഖങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ നമുക്ക് ഉള്ളിലിരുന്നൊരു ഉൾവിളി നമ്മുടെ ഈശ്വരൻ നമ്മളെ അപകടത്തിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നമ്മളും ഇത് മനസ്സിലാക്കണം. ഇതാണ് ഇന്ദ്രന് പറ്റിയ കുഴപ്പം. 10ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 10. സുരേന്ദ്രക്രുദ്ധഞ്ചേൽ ദ്വിജകരുണയാ ശൈലകൃപയാപി അനാദങ്കോസ്മാകം നീത ഇത് വിശ്വാസ പശുപാൻ അഹോ കിം നായതോ ഗിരിഭിൽ ഇതി സഞ്ചിന്യ നിവസൻ മരുൾഗേഹാധീശ പ്രണുത മുരവൈരിൻ മമ ഗതാൻ. സുരേന്ദ്രക്രുദ്ധഞ്ചേൽ ദ്വിജകരുണയാ ശൈലകൃപയാപി അനാദങ്കോസ്മാകം നിയത ഇത് വിശ്വാസ്യ പശുപാൻ അഹോ കിം നായതോ ഗിരിഭിൽ ഇതി സഞ്ചിന്യ നിവസൻ മരുൾഗേഹാധീശ പ്രണുത മുരവൈരിൻ മമ ഗതാൻ. ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ എപ്പോഴും പറയുന്നു, ഇന്ദ്രൻ കോപിച്ചുവെങ്കിൽ തന്നെയും ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടും, കാരണം ബ്രാഹ്മണരെയും പൂജിച്ചല്ലോ ഗോവർദ്ധനത്തിനെ പൂജിച്ചപ്പോൾ, അതുകൊണ്ട് ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടും ഗോവർദ്ധനത്തിൻ്റെ ദയ കൊണ്ടും നമുക്ക് വിഷമിക്കേണ്ടി വരില്ലെന്ന് ഗോപന്മാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട്, എന്താ ഇന്ദ്രൻ ഇതുവരെ വന്നില്ലേ എന്നൊക്കെ ഭഗവാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വിഷമിക്കാതിരിക്കാൻ, ഗോപന്മാർക്ക് വിഷമമല്ലേ ഇല്ലെങ്കിൽ. അതുകൊണ്ട് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാഗം മുടക്കിയിട്ട്, ഇന്ദ്രൻ്റെ യാഗം മുടക്കിയിട്ട് ഗോവർദ്ധനത്തെ പൂജിച്ചതുകൊണ്ട് കുട്ടികൾക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ ഭഗവാൻ കൂടെ പറയുന്നുണ്ട്. നമുക്ക് ബ്രാഹ്മണരുടെ അനുഗ്രഹമുണ്ട്, ഭഗവാനാണെന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ ഈ ഗോവർദ്ധനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അവരിതുവരെയും കൃഷ്ണൻ ആരാന്ന് അവർക്ക് തിരിച്ചറിഞ്ഞൂടല്ലോ.
ഈശ്വരനാണെന്ന്. പക്ഷേ ഭഗവാൻ അതുകൊണ്ട് കുട്ടികൾക്ക് വിഷമിക്കാതിരിക്കാൻ വേണ്ടി ബ്രാഹ്മണരുടെ അനുഗ്രഹം നമുക്കുണ്ട്, ഗോവർദ്ധനത്തിൻ്റെ ദയയുണ്ട്, നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഗോപന്മാരോട് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് എന്താ ഇന്ദ്രൻ ഇതുവരെയും വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പറയുന്നു എന്ന് വിചാരിച്ച് അരുളുന്ന ഗുരുവായൂരപ്പ കൃഷ്ണ. ആര് പറയുന്നു ഇങ്ങനെ? ഭഗവാനേ. ഭട്ടതിരിപ്പാട് പറയുക, അങ്ങനെയുള്ള നാരായണ എൻ്റെ രോഗം നീക്കി തരണമേ, നമ്മുടെ രോഗങ്ങളെ മാറ്റണമേ. നമുക്ക് എന്താണ് ഈശ്വരനോട് പറയാനുള്ളത്? സർജറി ആണോ? ഒരു മകൾ പറയുന്നു, ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുട്ടിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ കരുണയുള്ളവനാണ്, ഭഗവാനെ പ്രാർത്ഥിക്കുക, എല്ലാവരും മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശ്വരൻ എല്ലാവരും രക്ഷിക്കും. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ നമുക്കുള്ള രോഗങ്ങളെല്ലാം മാറ്റിത്തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.